വിഷ്ണുശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിൽ ഇതിൻ്റെ ആശാൻ വിഷ്ണു ആശാൻ മരിച്ചു എന്നുള്ളത് കമലിനാകെ അറിഞ്ഞിട്ട് ശാലിനിയോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന ഒരു ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടാണെന്ന് തോന്നുന്നു. കമലിനാണെങ്കിൽ ആ ഓട്ടോയിൽ ചാരി നിന്ന് ആകെ കരയുകയാണ്. പക്ഷെ അന്നേരം കമലിൻ്റെ അടുത്ത് രേഷ്മയുണ്ട്. രേഷ്മയാണെങ്കിൽ കാര്യങ്ങളൊക്കെ കമലിനോട് പറയുന്നു എന്ന് തോന്നുന്നു. കമലിനാണെങ്കിൽ അങ്ങ് വാവിട്ട് നിലവിളിച്ച് കരയുകയാണ്, ഒരു കൊച്ചുകുട്ടികളെ പോലെ. അന്നേരം ഈ സാഹചര്യവുമായിട്ട് നീ പൊരുത്തപ്പെട്ടേ മതിയാവൂ, ഇനി സത്യാമ്മ കൂടി കാര്യങ്ങൾ അറിയണം, എങ്കിലേ ശരിയാവൂ, കാര്യങ്ങളൊക്കെ നേരെയാവൂ എന്നിങ്ങനെ കമലിനെ ആശ്വസിപ്പിക്കുന്ന പോലെ രേഷ്മ പറയുന്നുണ്ട്. അപ്പോൾ ശാലിനിയുടെ ഭാഗത്ത് തെറ്റില്ല, എന്താണ് നടന്നത് എന്നുള്ളത് അവിടെ രേഷ്മയാണെങ്കിൽ കമലിനെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ കമലിനാണെങ്കിൽ ആകപ്പാടെ സങ്കടം സഹിക്കാൻ വയ്യാതെ അങ്ങ് ഇരുന്ന് കരയുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം കാണിക്കുന്നത് അവിടെ കോടതി മുറിയ ഗോപാലകൃഷ്ണൻ്റെ ഒരു അടുത്ത ഹിയറിംഗ് ആണ് കാണിക്കുന്നത്. അന്നേരം ഒന്നാം പ്രതിയായ പിന്നെ രണ്ടാം പ്രതിയായ വേലായുധനെ കസ്റ്റഡിയിൽ വെച്ചിട്ട് ഒന്നാം പ്രതിയായ ഗോപാലകൃഷ്ണനെ ജാമ്യത്തിൽ വിടാനായിട്ട് കോടതി ഉത്തരവാകുന്നു എന്ന് പറയുകയാണ്. അന്നേരം അരുണ കൃഷ്ണമൂർത്തിയാണ് പിന്നെ അവർക്ക് വേണ്ടി ഗോപാലകൃഷ്ണന് വേണ്ടി അവിടെ ഹാജരാകുന്നതൊക്കെ. തുടർന്ന് ഗോപാലകൃഷ്ണന് ജാമ്യം കിട്ടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ഗോപാലകൃഷ്ണനാണെങ്കിൽ നേരെ സത്യഭാമയുടെ വീട്ടിലേക്കാണ് വരുന്നത്. അതായത് കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അന്നേരം ഈ സത്യഭാമ ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങനെ കുഞ്ഞിൻ്റെ കാണാതെ പോയതൊന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ എൻ്റെ മകൻ വിഷ്ണു മരിച്ചു, അത് അവൾ നിങ്ങളോട് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് കൊന്നതെന്നറിയാം, വെറും 30 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് അവൾ എൻ്റെ മകനെ കൊന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. വിഷ്ണു മരിച്ചതൊന്നും ഗോപാലകൃഷ്ണനെ അറിയില്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിന് ശേഷം കാണിക്കുന്നത് അവിടെ വീണ്ടും സത്യഭാമയുടെ വീട്ടിലേക്കാണെന്ന് തോന്നുന്നു. ശാലിനി ഇങ്ങനെ ആ ഒരു ശിവൻ്റെ ജീപ്പിൽ വന്ന് ഇറങ്ങുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അത് എവിടേക്കാണെന്ന് കാണിക്കുന്നില്ല, ഭാമയുടെ വീടാണെന്ന് തോന്നുന്നു. ഇങ്ങനെ വന്നിറങ്ങിയാണ്. അപ്പോൾ അവിടെ മിക്കവാറും രേഷ്മയാണെങ്കിൽ വന്ന് സത്യഭാമയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമായിരിക്കും, എന്താണ് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത്. ആ ഒരു ഇത് അവിടെ തന്നെ തിരുത്തപ്പെടും. വീണ്ടും ശാലിനി അകത്തേക്ക് തന്നെ കയറും. ശാലിനിയോട് ചെയ്തതിനൊക്കെ ഭാമ അവിടെ പെട്ടെന്നൊരു ക്ഷോഭത്തിൽ ചെയ്താണ്, ആരായാലും അങ്ങനെയല്ലേ ചെയ്യൂ എന്നുള്ളത് അവിടെ ഭാമ പറയുകയായിരിക്കും ചെയ്യുന്നത്. അതൊക്കെയും കാണാം. അപ്പോൾ ഇനി രാഘവൻ നായർ അറിയില്ല വിഷ്ണു മരിച്ചു എന്നുള്ളത്, ഭാമ കൂടി അറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇനി വിഷ്ണുവിൻ്റെ ഹൃദയമാണ് ശിവനിലിരിക്കുന്നത് എന്ന് കൂടി അറിഞ്ഞാൽ വീണ്ടും ശിവനോടുള്ള ആ ഒരു സ്നേഹം ഭാമയ്ക്ക് കൂടുകയുള്ളൂ. അതുകൂടി ശാലിനി കണ്ടെത്തുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതൊക്കെ ഇനി കാണാം. മിക്കവാറും രേഷ്മ വന്നായിരിക്കും ഭാമയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അതൊക്കെ നോക്കാം. ഓക്കെ, താങ്ക് യു.